ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഈ അരിച്ചാക്ക് വെച്ച് ഒരു അടിപൊളി ക്രാഫ്റ്റ് വർക്ക് ചെയ്തെടുത്താലോ? അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. അരിച്ചാക്കയിൽ നിന്നും പല വലുപ്പങ്ങളിലുള്ള 4 സ്ക്വയർ പീസുകൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഓരോ പീസുകളും നമുക്ക് ഫ്ലവറിന്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. നമ്മളിന്ന് അരിച്ചാക്ക് വെച്ച് ആമ്പൽ പൂക്കളാണ് ചെയ്തെടുക്കുന്നത്. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതിൽ ഒരു പീസ് ഇതുപോലെ മടക്കി കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഫ്ലവറിന്റെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. അരിച്ചാക്ക് വെച്ച് ചെയ്തെടുക്കാവുന്ന ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതുപോലെ നമ്മളത് കട്ട് ചെയ്തെടുത്തു. ബാക്കിയുള്ള പീസുകൾ നമ്മൾ ഫ്ലവറിന്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഫ്ലവറിന്റെ ഓരോ ഇതളുകളുടെ ഇടയിലൂടെയും ഇതുപോലെ മടക്കി കൊടുത്ത് ലൈറ്റർ വെച്ചൊന്ന് ഉരുക്കിയെടുക്കണം. കുട്ടികൾ ആരെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ കൈയൊന്നും പൊള്ളിക്കാതെ നോക്കണേ. നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ പൂക്കളും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കണം. ഇതുപോലത്തെ പ്ലാസ്റ്റിക് ചാക്കുകളൊക്കെ എല്ലാവരുടെ വീട്ടിലും കാണും. അപ്പം നിങ്ങൾ എല്ലാവരും ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയണേ. ഇതുപോലെ നമ്മൾ എല്ലാ ഇതളുകളുടെ ഇടയിലൂടെയും ഒരുക്കി കൊടുത്തിട്ടുണ്ട്. പ്ലാസ്റ്റിക് ചാക്കിൻ്റെ നൂല് ഊരി പോരുന്നതാണെങ്കിൽ നമുക്ക് ഇതളുകളുടെ വക്കിലൂടെയും ഉരുക്കിയെടുക്കാം. ഇപ്പം നമ്മൾ എല്ലാ പൂക്കളും അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പീസിൽ നിന്നും ഇലയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ അതൊന്ന് മടക്കി കൊടുത്ത് നമ്മൾ ഇല കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെയാണ് നമുക്ക് ഇല കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇല കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ വെയിൻസിൻ്റെ ഭാഗങ്ങളെല്ലാം ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുകയാണ്. ഇനി നമ്മൾ മടക്കി കൊടുത്തിട്ടുള്ള ഭാഗങ്ങളെല്ലാം നമുക്ക് ലൈറ്റർ വെച്ചൊന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, കുട്ടികൾ ആരെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗം മുതിർന്നവരോട് ആരോടെങ്കിലും ചെയ്തു തരാനായിട്ട് പറയുക. കൈയൊന്നും ആരും പൊള്ളിക്കരുത്. ഇപ്പൊ നമ്മൾ ഇതുപോലെ ഇല ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള ഓരോ പൂക്കളുടെ ഇതളുകളും നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കണം. ഇതുപോലെയാണ് നമുക്ക് ഓരോ ഇതളുകളും മടക്കിയെടുക്കേണ്ടത്. അരിച്ചാക്ക് വെച്ച് ചെയ്തെടുക്കാവുന്ന ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പം നമ്മൾ എല്ലാ പൂക്കളുടെ ഇതളുകളും മടക്കിയെടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ 4 പൂക്കളും ഇതുപോലെ വെച്ചൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കെട്ടുകമ്പിയിൽ നിന്ന് വലിയൊരു പീസ് കട്ട് ചെയ്തെടുക്കണം. നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള കെട്ടുകമ്പിയുടെ ഈ ഒരു പീസ് മടക്കി കൊടുക്കുകയാണ്. അതിനുശേഷം ഇതുപോലെ നമുക്കതൊന്ന് പിരിച്ചെടുക്കണം. ഇത് നമുക്ക് ഫ്ലവറിലേക്ക് വെച്ച് കൊടുക്കാനുള്ളതാണ്. ഇനി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന യെല്ലോ കളർ പേപ്പറിൽ നിന്നും ഇതുപോലൊരു പീസ് കട്ട് ചെയ്തെടുത്തു. അത് നമ്മളൊന്ന് മടക്കിയെടുക്കുകയാണ്. ഇവിടെയായിട്ട് നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തൊന്ന് ഒട്ടിച്ചെടുക്കാം. അത് ഒട്ടിച്ചെടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ മടക്കിയെടുത്തിട്ടുള്ള ഭാഗം നമുക്ക് ചെറുതാക്കി ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം. ഇപ്പൊ നമ്മളത് മുഴുവനായും ചെറുതാക്കി ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. ഇനി ഇതൊന്ന് നിവർത്തിയെടുത്തതിന് ശേഷം വീണ്ടും നമ്മളിതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന കെട്ട് കമ്പിയിലേക്ക് ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കാം. ഇതുപോലെയാണ് നമ്മളത് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ഫ്ലവറിന്റെ നടുക്കായിട്ടൊന്ന് വെച്ചു കൊടുക്കണം. അപ്പൊ നമുക്കിത് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് അവിടെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. അത് നമ്മൾ ഫ്ലവറിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു ഭാഗം നമുക്കൊന്ന് വിടർത്തി കൊടുക്കാം. ഇപ്പൊ നമുക്കത് ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. ഫ്ലവറിന്റെ താഴെ വെച്ച് കൊടുക്കാനുള്ളത് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. ഇതുപോലെ തന്നെ നമ്മൾ വേറെ 2 ഇലകൾ കൂടെ ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ന്യൂസ് പേപ്പർ റോൾ ചെയ്തെടുക്കണം. ന്യൂസ് പേപ്പർ റോൾ ചെയ്തെടുക്കുന്നത് നമുക്ക് തണ്ടുകളായി വെച്ച് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ ന്യൂസ് പേപ്പറൊക്കെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലവറിന്റെ താഴെ വെച്ച് കൊടുക്കാനുള്ളതിലും ഇലകൾക്കൊന്ന് പെയിന്റ് ചെയ്തെടുക്കാം. ആദ്യം നമ്മൾ ഫ്ലവറിന്റെ താഴെ വെച്ച് കൊടുക്കാനുള്ള ഇതിലാണ് പെയിന്റ് ചെയ്തെടുക്കുന്നത്. ഇതിന്റെ ഒരു ഭാഗത്ത് നമ്മൾ പെയിന്റ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ഇലകളിൽ പെയിന്റ് ചെയ്തെടുക്കാം.
നിങ്ങളുടെ ഫാമിലിയിൽ ക്രാഫ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്ത് കൊടുക്കാൻ ആരും മറന്നു പോകരുതേ. പാഴ്വസ്തുക്കളെല്ലാം വെച്ച് ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലിലെ മറ്റ് ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. വീഡിയോസൊക്കെ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം പറയണം. അപ്പോൾ നമ്മൾ ഇലയുടെ ഈ ഒരു ഭാഗത്തായിട്ട് യെല്ലോ കളർ പെയിൻ്റാണ് ഇതുപോലെ കൊടുത്തെടുക്കുന്നത്. ഇലയുടെ അടിയിലും നമുക്ക് പെയിൻറ് കൊടുത്തെടുക്കണം. ഇനി നമ്മൾ ഫ്ലവറിൻ്റെ താഴെ വെച്ച് കൊടുക്കാനുള്ളത് അതിലേക്കൊന്ന് വെച്ച് കൊടുക്കുകയാണ്. നമ്മളതിൽ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കത് അവിടെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. പിന്നീട് നമ്മൾ റോൾ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന ന്യൂസ് പേപ്പർ ഫ്ലവറിൻ്റെ തണ്ടിലേക്കൊന്ന് വെച്ച് കൊടുക്കുകയാണ്. ഇതുപോലെ നമ്മളത് ഫ്ലവറിലേക്ക് വെച്ച് കൊടുത്തു. ഇലകളുടെ താഴെ നമ്മൾ ന്യൂസ് പേപ്പർ റോൾ ചെയ്തെടുത്തത് ഇതുപോലെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇലയുടെ തണ്ടിനകത്ത് നമ്മൾ കെട്ടുകമ്പിയുടെ പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മളതൊന്ന് വളച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മളതിൽ ഒട്ടിച്ചെടുത്തിട്ടുള്ള തണ്ടുകളിൽ നമുക്കൊന്ന് പെയിന്റ് ചെയ്തെടുക്കാം. ഫ്ലവറിന്റെ തണ്ടിലും നമുക്ക് പെയിന്റ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ ഫ്ലവറിന്റെ തണ്ടിൽ മുഴുവനായും പെയിന്റ് ചെയ്തെടുത്തു. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന അടുത്ത 2 ഇലകളിലും നമ്മൾ പെയിന്റ് എല്ലാം കൊടുത്തെടുത്തു. ഫ്ലവറും നമ്മൾ വേറെ 2 എണ്ണം കൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. അരിച്ചാക്ക് വെച്ച് നമ്മൾ 3 ആമ്പൽ പൂക്കളും ഇലകളുമാണ് ഇവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള പൂക്കളും ഇലകളും എല്ലാം നമ്മൾ ഇതിനകത്തേക്കാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പം നമുക്കിതിനൊന്ന് പെയിന്റ് ചെയ്തെടുക്കാം. നമ്മളിവിടെ ഇതിന് ഓറഞ്ച് കളർ പെയിന്റാണ് കൊടുത്തെടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുത്തെടുക്കാം. ഇതുപോലെ നമ്മളതിന് മുഴുവനായും പെയിന്റ് എല്ലാം കൊടുത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ലൈസും കൂടെ ഇതിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ ന്യൂസ് പേപ്പർ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള പൂക്കളും ഇലകളും എല്ലാം ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിന്റെ മുകളിലായിട്ട് നമ്മൾ ഈ ഒരു വൂളൻ ത്രെഡും കൂടെ വെച്ച് കൊടുക്കുകയാണ്. ഇപ്പം നമ്മൾ അരിച്ചാക്ക് വെച്ച് ചെയ്തെടുത്തിട്ടുള്ള ക്രാഫ്റ്റ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട് കാണാനായിട്ട്? നിങ്ങൾക്ക് ഇഷ്ടമായോ? അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ പറയണം. നിങ്ങൾക്ക് ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരിക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഉടൻ തന്നെ മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.